ഹായ് സുഹൃത്തുക്കളെ, അങ്കമാലി സ്പന്ദന വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് കറുകുറ്റി കപ്പേള ജംഗ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അതാണ് കപ്പേള. ഇവിടെ മാമ്പറ സ്വദേശി വർഗീസ് എന്ന് പറഞ്ഞ ഒരു 60 വയസ്സ് റെയിൽവേ റിട്ടയർഡ് ചെയ്ത വർഗീസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ് ഇവിടെ മരണപ്പെട്ടത്. സ്പോട്ടിൽ മരണപ്പെട്ടു. KSRTC ബസ്സാണ് ഇടിച്ചത്. അപ്പോൾ വീണ്ടും KSRTC നമ്മുടെ ഒരു ജീവൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കറുകുറ്റി സിഗ്നലിൽ തന്നെ ഹൈമാക്സിൻ്റെ താഴെ ഇവിടുത്തെ ഹൈമാക്സിൻ്റെ താഴെയാണ് ഇടി. ക്രോസ് ചെയ്താന്ന് പറയണ ഇവിടെ ഇടിച്ചത്. ആൾ മരണപ്പെട്ടു. ബോഡി അങ്കമാലി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ കറുകുറ്റിയിൽ വീണ്ടും KSRTC ബസ് ഒരു ജീവനും കൂടി എടുത്തിരിക്കുകയാണ്. സൂപ്പർ ഫാസ്റ്റാണ്. ഓവർ സ്പീഡായിരുന്നു ഈ മരണത്തിന് കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നല്ല സ്പീഡിലാണ് വണ്ടി വന്നത്. ചേട്ടൻ ക്രോസ് ചെയ്യാൻ നിൽക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാൾ ഇടിച്ചിട്ടാണ് ഇത്രയും ഗ്യാപ്പ് അങ്ങോട്ട് തള്ളിപ്പോയി. അത്രയ്ക്ക് ബലമുള്ളൂ നമ്മുടെ KSRTCക്ക് എന്നുള്ളൊരു സംശയമുണ്ട്. ഫയർഫോഴ്സ് എത്തി, ഹൈവേ പോലീസും എത്തിയിട്ടുണ്ട്. വന്ന് അവർ ഈ ബ്ലഡ് കിടന്നതൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ചേട്ടൻ്റെ ചെരുപ്പാൻ തോന്നുന്നു. ഇവിടെ ചെരുപ്പ് പെട്ടി സാധനങ്ങളൊക്കെ ഇട്ട് ബ്ലഡ് മൂടിയതായിരിക്കാം. അപ്പോൾ നമ്മുടെ കറുകുറ്റി ജംഗ്ഷനിൽ തന്നെ ദേശീയപാത ചാലക്കുടിക്ക് പോകുന്ന റോഡിൽ തന്നെയാണ് ഈ ആക്സിഡൻറ്റ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ ഒരു U-ടേൺ ഉണ്ട്. ആ U-ടേൺ സിഗ്നലിൻ്റെ അവിടെ ഒരു ഡിം ലൈറ്റ് പോലും, ഒരു മഞ്ഞ ലൈറ്റ് പോലും ഉണ്ട് എങ്കിലും കത്തുന്നില്ല. അത് കറക്റ്റായിട്ട് കത്തുന്നുമില്ല. അതുപോലെ തന്നെ സീബ്ര ലൈനിനോട് തൊട്ട് ഇപ്പുറത്താണ് ആ ചേട്ടൻ കിടന്നത് എന്ന് പറയണു. അപ്പോൾ അതുകൊണ്ട് ഫയർഫോഴ്സൊക്കെ വന്നത് കഴുകി ക്ലീൻ ചെയ്തിട്ടുണ്ട്. മാമ്പ്രയിൽ റെയിൽവേ ജോലിയിലുണ്ടായിരുന്ന ഒരു വർഗീസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇവിടെ മരണപ്പെട്ടത്. അവിടെ അത് കഴുകി ക്ലീൻ ചെയ്യുന്നതിൻ്റെ ബ്ലോക്കാണ് ഈ കാണുന്ന ദൃശ്യം. അപ്പോൾ നല്ലൊരു ബ്ലോക്കായിരുന്നു. NH തന്നെ ആയതുകൊണ്ട് അത് കഴുകി ക്ലീൻ ചെയ്ത് വണ്ടി ഇവിടെ ഒതുക്കി സർവീസ് റോഡിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ.